അങ്ങനെ നമ്മുടെ SSC MTS അതുപോലെ ഹവിൽദാർ പോസ്റ്റിന്റെ അപേക്ഷ തീർന്നിരിക്കുകയാണ്, അപേക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 26/6/2025 ഇതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 24/7/2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു. ഏകദേശം അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ അപേക്ഷാ ഫീസ് അടക്കാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ, ഇതിനകം നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചു പക്ഷേ അപേക്ഷാ ഫീസ് അടച്ചിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷാ ഫീസ് അടക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫീസ് മേക്ക് ചെയ്യാനുള്ള സമയം 25/7/2025, ഒരു ദിവസം എക്സ്ട്രാ നൽകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ കറപ്ഷൻ വിൻഡോ ആണ് വരുന്നത്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 29-ാം തീയതി, വരുന്ന 29-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ്. ആദ്യം തിരുത്തുമ്പോൾ 200 കൊടുക്കേണ്ടി വരും. പിന്നെയും നിങ്ങൾ തെറ്റ് തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ, ഒരു തെറ്റ് തിരുത്തി പിന്നെയും തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ 500 കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഒറ്റത്തവണ കൊണ്ട് തന്നെ, 2-3 ഉണ്ടെങ്കിൽ ഒറ്റത്തവണ കൊണ്ട് തന്നെ തിരുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. SSC MTS എന്ന ഹവിൽദാറിന് അപേക്ഷിച്ച ഒരുപാട് കുട്ടികൾ അപേക്ഷയിൽ തെറ്റ് വന്നിട്ടുണ്ട്, തിരുത്താൻ പറ്റുമോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 29/7/2025 ആ ഒരു സമയം മുതൽ 31/7/2025 വരെ നിങ്ങൾക്ക് സൈറ്റിൽ കയറാം. സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ അപേക്ഷിച്ച പോസ്റ്റിൻ്റെ അടുത്ത് കറപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, തെറ്റ് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ അപേക്ഷ സമർപ്പിച്ചത് അതുപോലെ തന്നെ രണ്ടാമതും വരുന്നതായിരിക്കും. അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണം അത് ആ ഒരു സമയത്ത് മാറ്റാനും സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിച്ചതിന് ശേഷം മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനോ അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്നേരം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ MTSന്റെ ഫുള്ളി വേക്കൻസി അനൗൺസ് ചെയ്തിട്ടില്ല. ഉടനടി മുന്നോട്ടേക്ക് നമുക്ക് വേക്കൻസി അപ്ഡേറ്റ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഹവിൽദാറിന്റെ വേക്കൻസി മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. MTSന്റെ വേക്കൻസിയും കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വേക്കൻസി തന്നെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യേണ്ടതാണ്. അപേക്ഷാ ഫീസ് അടക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫീസ് അടക്കേണ്ട. SC ST OBC SC ST അതുപോലെ തന്നെ വനിതകൾ ഇവരൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. OBC ജനറൽ EWS വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികൾക്ക് മാത്രമേ ഫീസ് ഉള്ളൂ. അവരിൽ ആരെങ്കിലും അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. 20 സെപ്റ്റംബർ മുതൽ 24 ഒക്ടോബർ 2025 ഇടയിലാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷാ ഡേറ്റ് ആണ്. പഠിക്കാനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോന്റെ ലാസ്റ്റ് നോക്കാം. അത് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം നമ്മൾ മുൻപ് സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിന് ഒരുപാട് പേര് സ്റ്റഡി പ്ലാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റഡി പ്ലാനിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫീ പേയ്മെന്റും അതുപോലെ തന്നെ കറപ്ഷൻ ഡേറ്റും, ഈ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ളത് SSC MTSന്റെ. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ വിനിയോഗിക്കാനായിട്ട്, ആവശ്യമുള്ളവർ മാത്രം വിനിയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. SSC MTS അതുപോലെ ഹവിൽദാർ പോസ്റ്റിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് നമ്മൾ ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ്, MTSന്റെ ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ തന്നെ അതിൻ്റെ സ്മോൾ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് നമ്മൾ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേർക്ക് അത് പരീക്ഷയിൽ സഹായപ്രദമായിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡിസ്പ്ലേ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതിൻ്റെ കണ്ടന്റ്സ് എന്ന് പറയുന്നത് സിലബസ് ബേസ്ഡ് ആയതുകൊണ്ട് സിലബസ് തന്നെയാണ് കണ്ടന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ്. ഇതിൽ മാത്സും അതുപോലെ തന്നെ റീസണിങ്ങും ഇത് രണ്ടും നെഗറ്റീവ് മാർക്കിംഗ് വരുന്നില്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്. അപ്പോൾ അറിയാത്ത ചോദ്യങ്ങളാണെങ്കിലും അറ്റൻഡ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് റാങ്ക് അടിസ്ഥാനപ്പെടുത്താനും ഈ രണ്ട് സെക്ഷനും വരില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് രണ്ടും നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി എന്ന് കരുതി എല്ലാം കറക്കിക്കുത്താൻ പാടില്ല. പരമാവധി ശരി ഉത്തരം തന്നെ അടയാളപ്പെടുത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. നേരെ മറിച്ച് നമ്മുടെ ജനറൽ അവയർനെസ് അതുപോലെ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കിത് റാങ്ക് അടിസ്ഥാനപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന പേപ്പേഴ്സാണ്. അപ്പോൾ ഈ ഒരു പേപ്പേഴ്സ് ഒറ്റ ദിവസമാണ് പരീക്ഷ. ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയതിൽ കമ്പ്യൂട്ടറിൽ ക്ലോസ് ആവും, അതിനുശേഷം ഇത് ഓപ്പൺ ആവും. ആ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഇവിടെ ഏകദേശം 100 ക്വസ്റ്റ്യൻ നമുക്ക് മാത്സിൽ നിന്ന് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജനറൽ അവയർനെസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് റീസണിംഗ് ഉണ്ട്. റീസണിങ്ങിലും 100 ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ജനറൽ അവയർനെസ്സിൽ 200, പിന്നെ ഇംഗ്ലീഷിലും 200, അങ്ങനെ മൊത്തം 600ഓളം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് അക്കൗണ്ടിൻ്റെ ലിങ്കാണിത്. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി. അതിന് മുൻപായിട്ട് 69 രൂപ ഈ ഒരു QR കോഡിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അവിടുന്ന് PDF കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആദ്യം നമ്മൾ മാത്സ് ആണ് കാണുന്നത്, പിന്നെ റീസണിംഗ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. 600 ചോദ്യങ്ങളാണ് മൊത്തത്തിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക.